നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് ഹോട്ടലുടമയെ ജീവനക്കാരൻ കുത്തിക്കൊലപ്പെടുത്തി. ചടയമംഗലം ആക്കൽ സ്വദേശിയും സ്പൈസി ഹോട്ടൽ നടത്തിവരുന്ന സക്കീറിനെയാണ് ഹോട്ടലിലെ ജീവനക്കാരനായ ഇർഷാദ് കുത്തിക്കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 ഹോട്ടലിലെ ജീവനക്കാർ താമസിക്കുന്ന വീടിന് മുകളിലത്തെ നിലയിൽ റൂമിലുണ്ടായിരുന്ന ഇർഷാദും ഹോട്ടലുടമയുമായി വാക്കുതർക്കം ഉണ്ടായി. തുടർന്ന് കത്തി ഉപയോഗിച്ച് ഇർഷാദ് സക്കീറിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. അത് കുറേ നാളുകൊണ്ട് അവർ ഒരു പ്രശ്നക്കാരൊന്നുമല്ല. അവർ 3-4 സഹോദരങ്ങൾ ഒരുമിച്ചാണ് ഇത് പാറനാട് ഇവിടെ ആയിരമുണ്ട്, റോഡുകൂടെയുണ്ട്, അതുപോലെ തന്നെ കടക്കലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. പാർസൽ കഴിക്കുകയും ചെയ്യും. കുഴിമന്തി, പിന്നെ മറ്റേ സൈഡ്, അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലും ഉള്ളത്. നല്ല സെയിൽസാണ്. നടത്തുന്ന ആളുടെ പേരെന്തുവായിരുന്നു? ഒരു 3-4 പേരുണ്ട്. ആളുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവരൊക്കെ വളരെ മര്യാദക്കാരും ഉള്ളതാണ്. ഇവിടെ എത്രയോ നാളുകൊണ്ട് ഇവിടെ തുടങ്ങും. പ്രദേശത്തൊന്നും ആരുമായിട്ടൊന്നും ഒരു വിഷയമില്ല. അവർക്ക് അതിനുള്ള പരിചയമുണ്ട്. എല്ലാവരുമായിട്ട് നല്ല ഒരു രീതിയിലാണ് അവർ പോകുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയാൻ നമ്മൾ വളരെ ഭയന്നു പോകുന്നൊരു സംഭവം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്നു. അവരുമായിട്ട് 2-3 ദിവസം കൊണ്ട് അവർക്ക് റൂമിൽ പണിയില്ലാതെ അവിടെ കിടക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് കൊണ്ടത് ചോദിച്ചപ്പോൾ വളരെ എനിക്ക് തോന്നുന്നു കരുതിക്കുട്ടി ചെയ്യാൻ സാധ്യതയുണ്ട്. കരുതിക്കുട്ടിയാണ് ഇങ്ങനെ, അല്ലെങ്കിൽ അവരുടെ വൈഫുള്ള സമയത്ത് ഇങ്ങനെ വിദ്യാർത്ഥി എടുത്ത് ഇങ്ങനെ കുത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കുറേ നാളുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്, പുതുതായിട്ട് വന്ന ആളാണ്. കുറേ നാളുകൊണ്ട് ഇവിടെ ജോലി ഉള്ളതാണ്. എവിടെയുള്ള ആളാണ്? അവർ കാസർഗോഡാണെന്നാണ് അറിയുന്നത്. അവർ ഇവിടെ നിന്ന് അപ്പുറത്ത് ബാക്കിലൊരു പയ്യൻ്റെ അവനറിഞ്ഞില്ല. പയ്യൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ വിളിച്ച് ചടയമംഗലത്ത് സൊസൈറ്റി ഡിവിഷൻ ഇറങ്ങി അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയ 1000 രൂപ കണ്ട് പോയിട്ട് അവിടെ നിന്നാണ് ഇവർ ഈ തിരുവനന്തപുരം റോഡിലേക്ക് പോകുന്നത്. തൊഴിലാളികൾ ആകുമ്പോഴത്തേക്ക് 2 ദിവസം പണിയില്ലാതെ കിടക്കുമ്പോൾ, പണി ഉണ്ടായിട്ടും പണി റൂമിൽ കിടക്കുമ്പോൾ മുതലാളിമാരായിട്ട് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ എന്തുകൊണ്ടാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെടാതെ അങ്ങനെ വന്നതാണ്. അങ്ങനെ അവൻ പ്രയോഗമായിട്ട് ഇത് ചെയ്താക്കിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പോലീസും അല്ലെങ്കിൽ അതുപോലുള്ള സാമൂഹിക പ്രവർത്തകരും എല്ലാവരും കൂടി ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇവിടെ നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഈ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ ഒരു സംഭവം നടന്നു, കടക്കിലൊരു സംഭവം നടന്നു. ഇത് സത്യത്തിൽ ഇതൊരു നമ്മൾ ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. കരുനാഗപ്പള്ളി തന്നെ അവനൊരു കുഴപ്പക്കാരനായിരിക്കാം, എങ്കിൽ തന്നെയും ആ ഒരു സ്ഥലത്ത് തന്നെ അത്രയും ആർക്കും ഒരു ഭയമില്ലാത്ത എന്ന് പറഞ്ഞാൽ പോലീസിനെ ഭയമില്ല, നാട്ടുകാരെ ഭയമില്ല, ആ ഒരു അവസ്ഥ. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മളെ പ്രായറിവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കൊല്ലം ജില്ലയിൽ ഇത് കരുനാഗപ്പള്ളി, അത് കഴിഞ്ഞിട്ട് കടക്കിൽ പോയി. അപ്പോൾ ഇത് ആർക്കും പോലീസിനെ ഭയമില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാവില്ല. പോലീസ് ആ നിലയ്ക്കുള്ള പോലീസായാലും നമ്മുടെ ജുഡീഷ്യറി ആയാലും ഇങ്ങനെയുള്ളവർക്ക് നല്ല ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഈ വരുന്ന കേരളത്തിൽ ഒരുപാട് പാവപ്പെട്ടവരെ ഒരുപാട് ഈ കണക്കിന് ഇതിൽ ഇരയാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പോലീസിൻ്റെ അതിനുശേഷം തൊട്ടടുത്ത് താമസിച്ചിരുന്ന മുൻ ജീവനക്കാരനെ ഇർഷാദ് വിളിക്കുകയും ബസ്സിൽ കയറ്റിവിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ചടയമംഗലത്ത് വെച്ച് പ്രൈവറ്റ് ബസ്സിൽ കയറി പ്രതി രക്ഷപ്പെടുകയായിരുന്നു. മരണപ്പെട്ട സക്കീറിന്റെ മൃതദേഹം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊല നടത്തിയ ഇർഷാദ് കാസർഗോഡ് സ്വദേശി എന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിയായ ഇർഷാദിനെ മണ്ണന്തലയിൽ നിന്നും പോലീസ് പിടികൂടി.